നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് യൂറോപ്പിൽ നിന്നൊരു ഇന്ത്യൻ ഗോൾ കീപ്പറെ കൊണ്ടുവന്ന് ബ്ലാസ്റ്റേഴ്സിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ മികച്ച ഒരു നീക്കം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ആ കാര്യത്തിൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ താരത്തിനെ സൈൻ ചെയ്തതായിട്ട്, ഗോൾ കീപ്പറായിട്ടുള്ള സോംകുമാറിനെ സൈൻ ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഈ സോംകുമാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ, നിലവിൽ ആള് സ്ലൊവേനിയൻ ക്ലബ്ബായിട്ടുള്ള NK ഒളിമ്പിച്ച ലുബാന എന്ന് പറയുന്ന ക്ലബിനോടൊപ്പമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 19 വയസ്സുകാരനായ സോം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടാലന്റുകളിൽ ഒന്നാണ് ഗോൾ കീപ്പിംഗിന്റെ കാര്യത്തിൽ സോം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2005 ഫെബ്രുവരി 27 ബംഗളൂരുവിലാണ് നമ്മുടെ സോംകുമാർ ജനിച്ചത്. ബംഗളൂരുവിലെ അണ്ടർ 13 അക്കാദമിയിൽ കൂടിയാണ് പുള്ളി തന്റെ കായിക കരിയർ ആരംഭിച്ചത്. അർജന്റീൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിന്റെ അക്കാദമിയിൽ കൂടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ കഴിവുകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അണ്ടർ ഏജ് കാറ്റഗറികളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ യൂറോപ്യൻ കരിയർ ആരംഭിക്കുന്നത് 2020 സ്ലൊവേനിയയിലെ NK ബ്രാവോക്ക് എന്ന് പറയുന്ന ക്ലബിനോടൊപ്പമാണ്. ബ്രാവോയുടെ അണ്ടർ 17 ഗോൾ കീപ്പർ ആയിരുന്നു സോം. അദ്ദേഹത്തിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനത്തിൽ കൂടി NK ക്രാക്ക എന്ന് പറയുന്ന ക്ലബിന്റെ അണ്ടർ 19 ടീമിൽ ഇടം നേടി. ഒടുവിൽ അദ്ദേഹം NK ഒളിമ്പിയ എന്ന് പറയുന്ന നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുമായിട്ട് കോൺട്രാക്റ്റിലെത്തി. ഈ NK ഒളിമ്പിയ ലബാന എന്ന് പറയുന്ന ക്ലബിന്റെ തേർഡ് ചോയ്സ് ഗോൾ കീപ്പറാണ് സോം. അദ്ദേഹത്തിന്റെ കരിയർ അവിടെ സോം തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വീണ് കിട്ടുന്ന അവസരങ്ങളിൽ നടത്തിയ മികച്ച പ്രകടനങ്ങളിലൂടെ, കൺസിസ്റ്റന്റ് പെർഫോമൻസിലൂടെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് വളർന്നു വരാൻ സോമിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ NK ഒളിമ്പിച്ച ക്ലബിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം തുടർന്നിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ യുവേഫ യൂറോപ്യൻ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് സ്ക്വാഡിലേക്കുള്ള ടീമിൽ കൂടി ഈ ഇന്ത്യൻ താരത്തിന് ഇടം പിടിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. ഇന്ത്യയുടെ അണ്ടർ 16, അണ്ടർ 17 ടീമുകളുടെ ഭാഗമായിരുന്നു സോം. 2022 സാഫ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിന്റെ വിജയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കുവച്ചു. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തിരുന്നു. മാൽദീവിനെതിരായ സെമി ഫൈനലിലും ബംഗ്ലാദേശിനെതിരായ ഫൈനലിലും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നതിന് ഇടയായി. 2023 കുവൈറ്റിൽ നടന്ന AFC അണ്ടർ 20 ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ ഭാഗവും അദ്ദേഹമായിരുന്നു. പിന്നീട് അദ്ദേഹം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന 2023 സാഫ് അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യൻ ടീമിന്റെ വിജയത്തിന്റെ ഭാഗമായി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഇന്ത്യൻ താരം കളിച്ച് തെളിഞ്ഞിട്ടുള്ള താരം തന്നെയാണ്. ഒരു പക്ഷേ അമിതമായിട്ട് പുകഴ്ത്തലാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. സച്ചിൻ സുരേഷിനെ ബെഞ്ചിലിരുത്താൻ മാത്രം കാലിബർ ഉള്ള താരം തന്നെയാണ്. അതിനെക്കുറിച്ച് കരോലിസ് കിങ്സ് പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകാൻ പോകുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് കൂടും.